എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് ഒരു നവരാത്രി സ്പെഷ്യൽ വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു നവരാത്രി വിഷ്വൽ ട്രീറ്റ് കാണണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് പേട്ടയില് മേലാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇശക്കിയമ്മൻ കോവിലിന്റെ അടുത്ത് ശക്തി കൃപ എന്ന് പറയുന്ന ഒരു വീടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലാണ് ഇത്രയും വലിയൊരു കൊലു ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കൊലുവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ തിരുവനന്തപുരത്തും തമിഴ്നാടും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ബൊമ്മകളെ അടുക്കി വെച്ചിരിക്കുന്നത്. അതായത് 7000-ന് മേളിലെ ബൊമ്മകൾ അഥവാ പ്രതിമകളാണ് ഇവിടെ കൊലുവിന് വേണ്ടി ഈ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ദേവീനെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര മനോഹരമായിട്ടാണ്. കാരണം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ കാണുന്ന കണക്ക് ദേവീനെ സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണമൊക്കെ അണിയിച്ച് അതുപോലെ ആ ദേവിയുടെ മുഖം ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഒരു കാഴ്ചയാണ് ഇപ്പം ഈ കണ്ടത് കേട്ടോ. ഇത് അവരുടെ കാർപോർച്ച് ഏരിയയാണ്. ആ കാർപോർച്ച് ഏരിയയുടെ ചുറ്റുമാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ആ വരാന്ത ലിവിംഗ് റൂമിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പൊ ലിവിംഗ് റൂമിൽ കാണുന്ന ഒരു മനോഹരമായ കളർഫുൾ ആയിട്ടുള്ളൊരു ബൊമ്മക്കൊലുവാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനിത് കണ്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ എനിക്ക് എവിടെ നിന്ന് വീഡിയോ എടുക്കണം, ഇത് എങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് തീർക്കും, ഓരോന്നും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളൊരു അതിശയത്തിലായിപ്പോയി. അതായത് ഇപ്പൊ ഈ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ചുമ്മാതെ അടുക്കി വെച്ചിരിക്കുന്നതല്ല, അത് ഓരോരോ കഥകളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്ന രീതിയിലാണ് ഇത് ഓരോന്നും ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അതായത് താഴെ ഇപ്പം നോക്കുകയാണെങ്കിൽ നവധാന്യം തൊട്ട് കാർഷികം, വ്യവസായം, ഇതെല്ലാം ആ ഒരു ബൊമ്മകൊലുവിലുണ്ട്. അവിടെ നിന്ന് തുടങ്ങി നൃത്തം, സംഗീതം, അതുപോലെ ദൈവങ്ങളുടെ രൂപമായാലും എല്ലാം അങ്ങറ്റം വരെ, അത് മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കെന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ചിരിച്ചോണ്ടിരിക്കുന്ന ഗീത ചേച്ചിയാണ് എനിക്ക് ഈ സർപ്രൈസ് തന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് നോക്കാം. അപ്പൊ കുട്ടു വീരസെൽവം എന്ന ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ബൊമ്മക്കൊലു ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടിയെന്ന് ഞാൻ പറയാനൊരു കാര്യമുണ്ട്. കാരണം പബ്ലിക്കിന് വേണ്ടിയിട്ട് രാത്രി 1 മണി വരെ ഈ വീട് ഓപ്പൺ ആണ്. കാരണം ആ സമയത്തിനുള്ളിൽ ആർക്ക് വേണോ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്യുന്ന മാത്രമല്ല, നമുക്ക് മനസ്സ് നിറഞ്ഞ് ഇവിടെ നിന്ന് തൊഴുകയും ചെയ്യാം. അതുപോലെ ഇവര് വെറും കൈയോടെ നമ്മളെ അയക്കുന്നതും ഇല്ല. നമുക്ക് പായസവും സമ്മാനവും ഇതൊക്കെ തന്നിട്ടാണ് നമ്മളെ വിടുന്നത് കേട്ടോ. ശരിക്കും ഒരു ഐശ്വര്യത്തിന്റെ നിറകുടമായിട്ടാണ് എനിക്കിവിടെ വന്നിട്ട് ഫീൽ ചെയ്തത്. ഇത് വീട്ടിനകത്തുള്ള ഒരു ദേവീനെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് എന്തൊരു ഭംഗിയാണോ നോക്കി. ആ കണ്ണൊക്കെ എഴുതി, ആ പുരികമൊക്കെ വരച്ച്, നല്ലൊരു ഗോപി പൊട്ടൊക്കെ ഇട്ട്, പട്ടുസാരി ഉടുപ്പിച്ച്, മാലയൊക്കെ ഇട്ട്. അപ്പം പുള്ളി പറയുന്നത് പുള്ളിക്ക് ഇതൊരു ഒരു ഭക്തിയേക്കാളുപരി പുള്ളിയുടെ ഒരു ഹോബി പോലെയാണ്. അതായത് പുള്ളിക്ക് ഒരു പാഷനാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. ആ ഒരു പാഷൻ്റെതായ ഒരു ഭംഗി നമുക്ക് കാണാനും ഉണ്ട്. ഈ വീട്ടിലെ അലങ്കാരങ്ങളായാലും ഒക്കെ നോക്കി എത്ര മനോഹരാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അവരുടെ കുടുംബ വീടാണ്. അപ്പൊ ഈ വീടിനെ ഈ ചേട്ടൻ പുതുക്കി നമ്മുടെ ചെട്ടിനാട് സ്റ്റൈല് റൂഫിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ അവിടെ ഫുള്ളും ഈ ബ്രാസിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഒക്കെ വിഗ്രഹങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്കൊരു പടിപ്പടിയായിട്ട് ഒരു 108 ഗണപതിനെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം. 108 പ്രാവശ്യം പിള്ളയാറിനെ സന്ദർശിച്ച് ഓരോ പ്രാവശ്യം പോകുമ്പോഴും പുള്ളി അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഗണപതിയാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ചേട്ടാ ഇത് എത്ര വർഷം ഇങ്ങനെ കളക്ട് ചെയ്യണം? 10 വയസ്സ് മുതൽ. 10 വയസ്സ് മുതൽ എൻ്റെ ആച്ചി വെച്ച് തുടങ്ങിയതാണ്. ആച്ചിയുടെ വിഗ്രഹങ്ങളായ ഒരു 110 വർഷം പഴക്കമുള്ളതൊക്കെ മുകളിലിരിപ്പുണ്ട് ഇപ്പോഴും. അത് പിന്നെ അതിൽ നിന്നുള്ളതാണ് എൻ്റെ 10 വയസ്സിൽ നിന്ന്. പിന്നെ വീട്ടിൽ നിന്നുള്ള ഡിപ്പെൻഡ് ചെയ്തല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ആച്ചി എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മയാ? അല്ല, അച്ഛൻ്റെ അമ്മയാണ് തുടങ്ങിയത് അല്ലേ? ആരാണ്? അന്നാണ് ആച്ചിയുടെ അമ്മയാണ് തുടങ്ങിയത്. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മയാണ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അതാണ് പ്രചോദനം, സ്റ്റാർട്ടിങ്. പിന്നെ ഇതെല്ലാം ഈ പാത്രങ്ങളൊക്കെ എൻ്റെതല്ല, ശരിക്കും ആച്ചിയുടേതാണ്. ആച്ചിയുടെ കളക്ഷൻസ് ആണിത്. അപ്പൊ ആച്ചി തന്നിട്ട് പോയത് ഇല്ല. അയ്യോ, ഇതിലൊന്നും ഇതില്ല, ബ്രാസിലുള്ളതൊന്നും ഇല്ല. പാക്ക് വെട്ടി വരെ ഉണ്ട്. ഇതൊക്കെ അപ്പൊ എത്ര വർഷം പഴക്കമുണ്ടോ? അതൊന്നും ഒരുപാട് വർഷങ്ങളാണ്. പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പുതുക്കിയൊക്കെ വെച്ചേക്കണോണ്ട് കുറെയൊക്കെ ഒടിഞ്ഞൊക്കെ പോയി. അത്രയും പഴക്കമുണ്ട്. ഈ ഓടൊന്നും ഇല്ല ഇപ്പൊ.
ഈ ഓടൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പം കിട്ടത്തില്ല ഈ കളറിൽ. ഈ വീടിന് എല്ലാ പത്തായങ്ങൾ പോലെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചേട്ടാ? ഏതാണ് ഇത്? വെയ്സ് ആണ്. അന്നത്തെ കാലത്ത് നഗാസ് കളക്ഷൻ എന്ന് പറയുന്നത്. ഈ നഗാസ് കളക്ഷനിലുള്ളതാണ് ഇതെല്ലാം. ഇതൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇത് ഉഴക്ക്, ആഴാക്ക് അങ്ങനെയുള്ള ഇതാണ്. ഇത് ചുണ്ണാമ്പ് ഡബ്ബ, ഇത് മുറുക്കാന്റെ സെറ്റാണ്. തടപ്പ്, ഇല, ജിണ്ട ഉപയോഗിച്ചിരുന്നതാണ്. നമ്മളിത് ബഫ് ചെയ്ത്. ഏതാണ് ഇത് ഉളുക്ക് പിടിക്കുന്ന പാത്രമാണ്. ഉളുക്ക് പണ്ട് നമ്മൾ ഉളുക്ക് പിടിക്കുമ്പോൾ തീ കത്തിച്ചിട്ട് ഇങ്ങനെ കിഴി വെച്ചിട്ട് അതിന്. പിന്നെ ഇത് ഉഴക്ക്, ആഴാക്ക്, അളവ്, നാഴി, പറ, ഇത് അയിമ്പറ, അതൊക്കെ അതിൻ്റെയൊക്കെ കണക്കാണ്. ഫിൽറ്റർ, ഇത് നമ്മുടെ ഫിൽറ്റർ കോഫിയുടെ ആ പാത്രമാണ്. അതല്ല, അതൊക്കെ ആച്ചിയുടെ. ഇത് വലിയ ഫാമിലി ആയിരുന്നപ്പോൾ ഇത്രയും ഡിക്കോക്ഷൻ വേണ്ടി വരും. 50 വർഷത്തിൽ കൂടുതൽ. അത് 50 വർഷം. 100 അല്ല, അതിനും മേലിൽ വഴക്കമുണ്ട്. കാരണം ഇപ്പൊ ആച്ചി മരിച്ചിട്ട് എന്റെ 10 വയസ്സിൽ മരിച്ചു. അതിന് മുന്നേ ആച്ചിക്ക് ആ സമയത്ത് തന്നെ 80-85 വയസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നേ ഉള്ളത്. ഇരുന്നാലും ബൊമ്മകൾ കളക്ട് ചെയ്യാറുണ്ട്. ഇതേപോലത്തെ സാധനങ്ങൾ കിട്ടത്തുമില്ല, മേടിക്കാനും പറ്റില്ല. അതൊക്കെ ഓൾറെഡി ഉള്ളത് തന്നെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ കിച്ചണിൽ തന്നെ ഇനിയും പിത്തളപാത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു വെച്ചിട്ടുണ്ട്. കാണാം അതിൽ ഇപ്പോഴും അതിനകത്ത് റെയിലെടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്രമാണ്. നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ അതിനകത്ത് യാത്രയിൽ നമുക്ക് ആ ഒരു പാത്രം കണ്ട റെയിലെടുക്കെന്ന് പറയും. അതിനകത്ത് എത്രയോ നമുക്ക് ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളെല്ലാം അതിനകത്ത് 36 പാത്രങ്ങൾ. ഇത് ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. 36 എണ്ണം ഉണ്ട്. 36 അതിനകത്ത് അതിനകത്തും ഉണ്ട്. അതിനകത്തും പാത്രം. അതെ അതെ. ഏറ്റവും കുഞ്ഞു നിലവിളക്ക് 1/2 ഇഞ്ചേ ഉള്ളൂ. ഇതെവിടെ നിന്നാണ്? ഇതെല്ലാം ഇത് എൻ്റെ മാമി എനിക്ക് എൻ്റെ 5 വയസ്സിൽ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് SMSM ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്തിട്ടിരുന്നത്, ഹാൻഡിക്രാഫ്റ്റില്. അപ്പൊ എനിക്ക് വിഷുവിന്റെ അന്ന് രാവിലെ കൈനീട്ടം തന്ന സാധനം. ഓരോ അളവിലും ഉണ്ട്. ഓരോ അളവില് മൊത്തം ഉരുളിയും അതുപോലെയാണ്. ഒരു ഉരുളി അങ്ങനെയുള്ള എല്ലാം. ഇതെല്ലാം മിനിയേച്ചേഴ്സ് ആണ്, ഫുൾ മിനിയേച്ചേഴ്സ്. ഇതുപോലത്തെ ഇതൊക്കെ കളക്ഷൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി കളക്ട് ചെയ്ത് അത് ഡംപ് ചെയ്യാൻ താല്പര്യം. ഇത് ഇങ്ങനെ പൂജ വരുമ്പോ മാത്രമാണ് ഇങ്ങനെ വെക്കുന്നത്. അതെ അതെ. അല്ലാത്ത ദിവസം ഉണ്ടാവും. ബ്രാസിന്റെ കുറച്ച് ലക്ഷ്മി കളക്ഷൻസ്, പിന്നെ അല്ലാതെ അവിടെ മരപ്പാച്ചിയൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കാം. കുറച്ച് ആ സമയത്തും കാണാൻ കുറെ. നമ്മുടെ വീടെന്ന് വെച്ചാൽ ചെട്ടിനാട് സ്റ്റൈലാണ് ഉള്ള വീടാണ്. സീലി മച്ച ഇതെല്ലാം ഇവിടെ ഇതൊക്കെ കുതിരമാളികയെല്ലാം അതുപോലെയാണ് ഈ ഫ്രണ്ടൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അതൊക്കെ എപ്പോഴും വീട്ടില് എപ്പോഴും കാണാം. ഫ്രണ്ടില് തിണ്ണ ഒക്കെ ഉണ്ടാവും. ഇത് ഇങ്ങനെ ചെയ്തതാണ് രീതിയിൽ. നമ്മള് ചെട്ടിനാട് സ്റ്റൈലാണ് വീട്. വിൻഡോയുടെ മുകളിലൊക്കെ ഇങ്ങനെ സ്പേഷ്യസ് ആയിരിക്കും. അരകല്ല്, ആട്ടുകല്ലൊക്കെ ഉണ്ടല്ലേ, ചെറിയ ചെറിയ. അല്ല ജെനി, ഇന്ത്യൻ കൾച്ചർ, ഗ്രാമത്തെ കലാചാരം, ഇതെല്ലാം ഗ്രാമത്തിനെ കാണിച്ചുകൊണ്ടുള്ളതാണ്. അതങ്ങറ്റും ഉണ്ട്. 12 സീനുണ്ട്, അപ്പുറം ഉണ്ട്. കോലം ഇടുന്നത് അതൊക്കെ ഓരോരുത്തരും കളക്ട് ചെയ്യണം. അതിൽ ദോശക്കട വരെയുണ്ട്. ദോശക്കട ഉണ്ട്. പിന്നെ എല്ലാം വ്യവസായം ചെയ്യുന്നവരാ. നമ്മുടെ ചെങ്കല്ലുണ്ടാക്കുന്നത്, കത്തി ഉണ്ടാക്കണതൊക്കെ ഉള്ള അങ്ങനെ തട്ടാൻ അങ്ങനെയുള്ള എല്ലാം. ഇത് എല്ലാ വർഷവും 4-ാം ഓണത്തിനാണ് തുടങ്ങുക. ഓണം കഴിഞ്ഞ് 4-ാം ഓണത്തിന് പൗർണമി. എന്നാലേ തീരത്തുള്ളൂ. നമുക്ക് ഇത്രയും ഗൊലു ഉള്ളത് കൊണ്ട് ആ സമയത്ത് നമുക്ക് തുടങ്ങി. ഇത് നമ്മുടെ വീടിന്റെ ഡ്രോയിങ് റൂമാണ്. അപ്പൊ അതില് സീലിംഗ് ഫാൻ ആദ്യം മാറ്റും, സോഫ സെറ്റൊക്കെ ഫുള്ള് മാറും, TV ഒക്കെ ഇതിനകത്തോട്ടാണ് എല്ലാ ലിവിംഗ് ഏരിയ ആണ്. ഇത് അത് കഴിഞ്ഞത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയ എല്ലാം നമ്മുടെ ഇതിനു വേണ്ടി 1 മാസം നമ്മള് നവരാത്രിക്ക് വേണ്ടിയിട്ട്
രണ്ട് സ്റ്റേ ആകെ 2 റൂമിൽ ഒതുങ്ങിക്കൂടും എല്ലാവരും. എന്നിട്ട് കിച്ചൺ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ 2-ാം തീയതി എടുക്കുള്ളൂ. 2-ാം തീയതി സ്വാമി 4-ാം തീയതി പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് വെള്ളിക്കുതിര വരുന്നതാണ് തിരുവനന്തപുരത്തുകാർക്ക് കുംഭം വെച്ച് നവരാത്രി തുടങ്ങുന്ന ആ ഒരു ഇത്. നക്ഷത്ര വാക്കല്ല, സ്വാമി ഇവിടെ വന്നിരിക്കുന്നതാണ് നമുക്ക്. അതുപോലെ സ്വാമി തിരിച്ചു പോയി കഴിഞ്ഞാലേ നമ്മള് ഏതാ അത് അവിടെ ഉള്ളതുണ്ടല്ലോ. നമുക്ക് സ്വാമി അങ്ങനെ അവിടെ നിന്ന് എഴുന്നള്ളി വെള്ളിക്കുതിര വരുന്ന ആ സീൻ ഉണ്ടല്ലോ അവിടെ. നമുക്കിപ്പോ സരസ്വതി വിഗ്രഹം എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പൊ അത് തിരുവനന്തപുരം തിരിച്ച് താണ്ടിയാല് നമ്മളും ഗോലു മടക്കാറുള്ളൂ. അത് നമ്മുടെ വീട്ടിലെ സിസ്റ്റമാണ്. ചിലവര് അന്ന് തന്നെ ഈ വിജയദശമിയുടെ അന്ന് തന്നെ മാറ്റുന്നവരും ഉണ്ട്. കൊലുവില് ഇത്രയും ദിവസം പൂജയ്ക്ക് വെക്കുന്നത് കൊണ്ട് ഒരു ദിവസം പടുക്കയിൽ വെക്കണം. അതായത് 15 ദിവസം ഉറക്കണം എന്നുണ്ട്. അതിലൊരു മരപ്പാച്ച് കുംഭമിളക്കി ശയ്യയിലിടും. ആ ശയ്യയിലാക്കിയതിന് ശേഷം ഒരു ദിവസം നല്ലിരിപ്പാണ്. നല്ലിരിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത് മാറ്റത്തുള്ളൂ. പാല് എങ്ങനെ പൊങ്ങണത് പോലെ ഇങ്ങനെ മറിയും. അപ്പൊ അതിന്റെ ചൈതന്യം, കൊലുവിന്റെ ചൈതന്യം അറിയണതാണ്. ഇത് സാധാ ദിവസം ഇട്ടാൽ ഇങ്ങനെ വളരും. എത്ര ദിവസം എടുക്കും വളർന്നു വരാൻ? അത് മണ്ണില്ലാതെ തുണി കെട്ടിക്കൊടുത്ത് ഏതാണ്ട് ഒരടി വരാൻ കഴിയുമ്പോഴത്തേനും പിന്നെ നല്ലതുപോലെ. തിരുവനന്തപുരത്ത് എനിക്കൊന്ന് ഈ ഒരു വീട്ടിലായിരിക്കും ഇത്രയൊരു അല്ലേ? എല്ലാരും പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന് പറയാം. നമുക്ക് ശരിക്കും നമ്മുടെ വലിയ അർച്ചൂടാണ്. അങ്ങനെ ആരും അന്വേഷിച്ച് വന്നിട്ടുണ്ട് എന്തെങ്കിലും റെക്കോർഡ് പോലെയോ? അങ്ങനെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ഒത്തിരി. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യം 2013 കിട്ടിയായിരുന്നു. ട്രിവാൻഡ്രം തമിഴ്നാട് വെച്ച് ഏറ്റവും വലിയ ബൊമ്മക്കൊലു എന്ന് അപ്പോഴും കിട്ടിയത്. അതിനുശേഷം പിന്നെ വളരെ ഒരുപാട് എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അന്ന് 3000 ആയപ്പം കിട്ടിയതാണ്. ഇപ്പൊ നമുക്ക് 7400 ആയി. ഇപ്പൊ ചാനലുകാരൊക്കെ വരുമായിരിക്കും. ഒത്തിരി ചാനൽ, വ്ളോഗേഴ്സ്, യൂട്യൂബേഴ്സ് അവരാണ് ശരിക്കും പറഞ്ഞാൽ നവരാത്രി. എന്റെ ഗോലു ശരിക്കും പറഞ്ഞാൽ അവരങ്ങ് കൊണ്ടുപോയി. പണ്ട് ശക്തികൃപയിലെ നവരാത്രി ബൊമ്മക്കൊലു എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം മാത്രമായിരുന്നു. ഇപ്പം നവരാത്രി കൊലു എന്ന് പറഞ്ഞാൽ അത് ഒരു പൊതു സ്വത്ത് പോലെ ആയി. ആച്ചിയുടെ പേരെന്താ ചേട്ടാ? ഗോമതി അമ്മാളെന്നാണ് ആച്ചിയുടെ പേര്. പുള്ളിക്കാരി ഒരു അയൺ ലേഡിയാണ്. അപ്പൊ പുള്ളിക്കാരി ഒറ്റയ്ക്ക് ആ സമയത്ത് തന്നെ വളരെ ചെറുതിലെ തന്നെ എൻ്റെ ആച്ചിയുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ താത്ത മരണപ്പെട്ടായിരുന്നു. അതായത് ഒരു നല്ല 20, 24, 13 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 18 വയസ്സിൽ എൻ്റെ അപ്പയെ പ്രസവിച്ചു. അത് കഴിഞ്ഞ് 20 വയസ്സിൽ ഗർഭിണിയായിരുന്ന സമയത്താണ് താത്ത മരിക്കണേ. ചിറ്റപ്പൻ ജനിക്കണതിന് മുന്നേ തന്നെ താത്ത മരണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2 പിള്ളേരെ ആ ചെറിയ പ്രായത്തിൽ തന്നെ വേറൊരു കല്യാണം ഒന്നും കഴിക്കാതെ അന്ന് ഈ സ്ത്രീധനമായിട്ട് കൊടുത്ത ഇതൊക്കെ സ്വത്തുക്കളാണ് ഇതൊക്കെ. അപ്പൊ തമിഴ്നാട്ടിലായിരുന്നു, മാർത്താണ്ഡത്തായിരുന്നു. അവിടെ നിന്ന് അന്നത്തെ കാലത്ത് തന്നെ എത്രയോ 3 കാളവണ്ടി പാത്രം കൊടുത്തതാണ്. അതെല്ലാം കൊണ്ട് ഇന്ന് വരെ എന്നിട്ട് ആ സമയത്തും പറഞ്ഞ ഒറ്റ ഇതൊക്കെ നീ സൂക്ഷിക്കണം. എന്റെ അടുത്ത് ഒരു പറയും ഓരോന്നും മച്ചിലും കട്ടിലിന്റെ അടിയിലൊക്കെ സൂക്ഷിച്ചു വെക്കുവായിരുന്നു. എന്നിട്ട് ആച്ചി എന്നും എടുത്തെടുത്ത് നോക്കും. അതിലൊക്കെ ഒരു ഭയങ്കര ക്രൈസായിരുന്നു. പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ആ ഒരു അയൺ ലേഡിയായിട്ട് വളർന്നതിൻ്റെ ഒരു ഇത്. അപ്പം ഇതൊക്കെയാണ് സ്വത്ത് എന്നുള്ള. പക്ഷെ പറഞ്ഞിട്ട് പോയതിൽ വാല്യൂ ശരിക്കും ഈ കാലഘട്ടത്തൊക്കെയാണ് വന്നത്. എന്ന് വെച്ചിരുന്ന ഇതൊക്കെ നിന്നെ ഒരു സമയം കടയിൽ പിടിക്കുക, അതൊരു വിലയാവും എന്നുള്ളത് ശരിക്കും ഇപ്പോൾ ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതിന് തേടി അതൊക്കെയാണ് ഈ ഒരു നവരാത്രി, ശക്തികൃപയുടെ നവരാത്രി എൻ്റെ ആച്ചി പറഞ്ഞിട്ട് പോയതിന് ഉള്ള ആ ഇത് അന്വർത്ഥമായി. ഇപ്പം ശരിക്കും ആ ഒരു അർത്ഥവത്തായത് ഇപ്പോഴാണ്. പൂജ ഏതൊക്കെ സമയം? രാവിലെ 2 നേരം. വെളുപ്പിനെ ഒന്ന് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇപ്പം തിരക്കൊക്കെ ആയതുകൊണ്ട് അത് രാവിലെ, ഇല്ലെങ്കിൽ രാവിലെ ഒരു 8-9 മണിക്കൊക്കെ നമുക്ക് കൊടുത്താൽ മതി. സാധാരണ എല്ലാ വീടുകളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിരക്ക് രാവിലെ 6 മണിക്ക് നിറയെ സന്ദർശകർ വന്നു തുടങ്ങുന്നുണ്ട്. ഏതാണ്ട് രാത്രി ഇതായി ഇപ്പോൾ വരുമ്പം തന്നെ 12-1 മണി വരെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ പൂജയായിരുന്നാലും തിരക്കില്ലാതെ പെട്ടെന്നങ്ങ് നേരത്തെ അങ്ങ് തീർക്കും. 12 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ചേച്ചി അല്ലേ? 1 മണി വരെ ഉണ്ട്. അപ്പൊ ആ സമയം വരെ വിസിറ്റേഴ്സ് ഒക്കെ വരാം. ഒത്തിരി. ഇന്ന് 2 ദിവസം ഇച്ചിരി മഴയായിട്ട് ഇച്ചിരി കുറവായിരുന്നു. എങ്കിൽ പോലും മഴയൊന്നും വകവയ്ക്കാതെ മഴയല്ലേ അവിടെ ആള്. നമുക്ക് ഭയങ്കര അത്ഭുതം ഇത് കണ്ടപ്പം. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ.
ഈ ഓണവില്ലൊക്കെ അതെല്ലാം ഓണവില്ല ഈ വീട് പാല് വെച്ച സമയത്തെ എനിക്ക് പത്മനാഭസ്വാമി അവിടെ ക്ഷേത്രത്തിലെ പോറ്റി തന്നതാണ്. ഇവിടെ എത്ര വർഷമായപ്പം വീട് പോലെ? ഇത് തലമുറയായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്. പുതിയ വീട് വെച്ചിട്ട് 2012. അതിന് മുന്നേ കുടുംബ വീട് ഇവിടെ കുടുംബ വീടാണ്. വലിയ മച്ചൊക്കെ ഉള്ള വീടായിരുന്നു. തറവാട് വീടായിരുന്നു. അത് പാർട്ടീഷൻ കുടുംബ ഷെയർ ഒക്കെ ആയപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അപ്പോഴും പോലും നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് വീട് ചെയ്തത്. ഒരു വെക്കാൻ കണക്കാക്കിയാണ് ഇതെല്ലാം അന്നത്തെ ഇതെല്ലാം സീലിംഗ് ഒക്കെ ചെയ്തത്. എല്ലാം അതിലുള്ള ഓരോ ഇതിന് ചുറ്റിനും ആന്റിക് പീസൊക്കെ പിത്തളയുടെ വിളക്കുകൾ ചുറ്റും ഇതൊക്കെ നേരത്തെ എപ്പോഴും ഉള്ളതാണ്. അതിനകത്തുള്ള ഓരോ തിരിക്കപ്പൂവൊക്കെ കൊടുത്തേക്കണതൊക്കെ വീടിന് എന്നും ഉണ്ടാവും, ചുറ്റിനും ഉണ്ടാവും. അത് ആന്റിക് പീസാണ്, കുറച്ചത് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. എങ്കിലും അതൊക്കെ നമുക്ക് എപ്പോഴും അത് സ്വത്താണ് ശരിക്കും പറഞ്ഞാൽ. നാളെ ഒരു സമയത്ത് ഇതൊന്നും വില മതിക്കാൻ പറ്റാത്ത ഇതായി. ഇപ്പൊ ഓരോ പാത്രങ്ങൾ തന്നെ ആ നിലകളൊക്കെ തന്നെ എൻ്റെ അടുത്ത് ഓരോ വലിയ വലിയ പാത്രക്കടകള് പുരാവസ്തുകാരൊക്കെ വന്ന ഇവിടെ മൊത്തം അതിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ വിളക്കൊക്കെ ഇതുപോലെ മോൾഡ് എടുക്കാനായിട്ട് തരുമെന്ന്. ഞാൻ ഒന്നും ഈ പടി കിടന്നു അങ്ങോട്ട് ഞാൻ ഇറക്കത്തുമില്ല. കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയായി. ആരൊക്കെയുണ്ട് ഇവിടെ? ഞാന്, അമ്മ, ഞാൻ വൈഫ്, എൻ്റെ വൈഫ്, അനിയൻ്റെ വൈഫ്, എല്ലാവരുമായിട്ടാണ് കൂട്ടുകുടുംബം പോലെയാണ് ഇപ്പോഴും താമസം. അപ്പോൾ എല്ലാവരുടെയും കൂടെ കോർഡിനേഷനും കൂടെയാണ് ഈ ഒരു നവരാത്രി എന്നുള്ളത്. എൻ്റെ അനിയന്മാരും ഫ്രണ്ട്സും ഒക്കെയാണ് ഈ പടികൾ എനിക്ക് ചെയ്ത് സെറ്റ് ചെയ്തത്. ഇതെല്ലാം ആംഗ്ലെയർ സ്റ്റാൻഡാണ്, പിന്നെ മലപ്പലക ഇട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം അവരാദ്യം സെറ്റ് ചെയ്ത് തരും. പിന്നെ ബോക്സസ് എല്ലാം ഈ ബലൂൻ്റെ ലാപ്ടോപ്സിൽ നിന്ന് ഫുള്ള് ഇറക്കി തരും. പിന്നെ അത് കഴിഞ്ഞ് അടുക്കുന്നത് മൊത്തം എൻ്റെ ജോലി. അതിൻ്റെ ഇടയ്ക്ക് ആരും വരാൻ പാടില്ല എന്നുള്ളതാണെന്ന് വെച്ചിരുന്നാൽ ആരെയും നിന്നിട്ട് ഞാനൊരു ബൊമ്മയും എടുക്കാറില്ല. ഫുൾ കാർപ്പറ്റ് ഇടും. എന്നിട്ട് നിന്നെടുക്കുമ്പോൾ എന്തെങ്കിലും കൈ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ ഒരു ബൊമ്മ പോയാൽ ഫുൾ സെറ്റും നമുക്ക് നഷ്ടമാണ്. എന്ന് വെച്ചാൽ അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞാൽ 8 ലക്ഷ്മി ഉണ്ട്. അതിൽ ഒന്ന് പോയാൽ അത് ഫുൾ ഒരു സ്റ്റോറി പറയുന്ന കണക്കാണ് ഓരോ ഇതും അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം നമുക്ക് അതിലെല്ലാം അറിയുന്ന രീതിയിൽ നമുക്ക് എടുത്ത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എല്ലാം ഇപ്പൊ മനസ്സിലാക്കുന്ന രീതിയിലാണ് അടുക്കിയത്. വെളിയിൽ രാമായണം ഫുൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനത്തെയാണ്. നമുക്കെല്ലാം ഇത് ശരിക്കും ഈ നവരാത്രി ബൊമ്മക്കൊലു എന്നുള്ളത് ഒരു ഡിസിപ്ലിനും കൂടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ സേവിങ്സ് നമ്മൾ ഇതുപോലെയൊക്കെ സൂക്ഷിക്കുക. ഇപ്പൊ എല്ലാം ഇപ്പോഴത്തെ തലമുറ യൂസ് ആൻഡ് ത്രോ ആണ്. എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അത് പുച്ഛമായിട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ബൊമ്മകൾ കൊണ്ട് എന്ത് നേടാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളവരുണ്ട്, എന്തിനാണ് ഇത് അവന് ഇതിലോട്ടൊന്നും. പക്ഷെ ഞാൻ എല്ലാം ഒരേപോലെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അന്ന് അത് അവരുടെ വാക്കൊക്കെ കേട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നുമില്ല. ഇന്ന് അവരൊക്കെ അതെ അന്ന് ശരിക്കും എല്ലാവർക്കും വന്നിട്ട് ഇതൊക്കെ എന്ത് നേടിക്കൊടുത്ത് അല്ലെങ്കിൽ കിട്ടും എന്ന് ചോദിച്ചവർക്കുള്ള വലിയൊരു മറുപടിയാണ് എൻ്റെ ഈ 2025 നവരാത്രി എന്നുള്ളത്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം, പാഷനാണ്. നവരാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞിരുന്നത്. അല്ലാതെ നമുക്ക് ഒരു ഭക്തിനെ ഇത് ഭക്തിയായിട്ട് കാണാൻ വേണ്ട. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്തി എന്ന് ഡിസിപ്ലിൻ, നമ്മുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ നീറ്റ്, അപ്പൊ അതെല്ലാം നമ്മുടെ ഒരു അച്ചടക്ക ഇതൊക്കെ നമ്മൾ ഒരു ബൊമ്മ പോലും ഒന്ന് കാരണം ഒന്നും മറയാൻ പാടില്ല. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ നമ്മൾ കാരണം വേറെ ഒരാളുടെ വളർച്ചയോ അല്ല അവർക്ക് കിട്ടാനുള്ള വെട്ടം പോലും മറയാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെയാണ്. പിന്നെ മനുഷ്യന്റെ വളർച്ച തലങ്ങളാണ് ഈ ഒരു ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനുഷ്യരിൽ നിന്ന് ദൈവത്തിലോട്ടുള്ള ഒരു മാറ്റം ഒക്കെയാണ് അതിന്റെ വളർച്ച ഒക്കെയാണ്. അതിൽ നിശ്ചലമായിട്ടുള്ളത് തൊട്ട് പുൽനാമ്പുകൾ തൊട്ട് പിന്നെ മേൾപടിയിലൊക്കെ ഈശ്വര ചൈതന്യം, അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളേണ്ടതാണ്. പിന്നെ നമുക്ക് എപ്പോഴും വിഷ്വൽ ട്രീറ്റ് ആണ് മനസ്സിൽ നിൽക്കണം. എത്രത്തോളമൊക്കെ പറഞ്ഞു കേൾവിയൊക്കെ ആയിരുന്നാലും വിഷ്വൽ ട്രീറ്റ് ഒന്നും ഒരു സന്ദർഭം ഒരു രംഗം നമുക്ക് ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അത് നല്ലതായിരുന്നാലും ചീത്തയായിട്ടായിരുന്നു. ഞാൻ കുഞ്ഞിലെ എനിക്കൊക്കെ മേടിച്ചു തന്ന ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഒരു ഇറേസർ ഉണ്ടല്ലോ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്താണ് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മണമുള്ള, അതുവരെയും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ വെജിറ്റബിൾസിന്റെ ഇടയിലുണ്ടല്ലേ. അതൊക്കെ അന്ന് വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പൊ അതൊന്നും ഇല്ല, മാനുഫാക്ചറിങ് ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം വേറെ വേറെ ഇതല്ലേ. പെൻ യൂസ് ചെയ്ത് പെൻസിൽ യൂസ് ഒക്കെ കുറഞ്ഞു.
അതിൽ കുറേ വാക്സ് ആണ്, അതില് ഫ്രൂട്ട്സില് വാക്സ് ആണ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ ബൊമ്മക്കൊലുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തൊഴുതു. അതുപോലെ ദക്ഷിണയൊക്കെ വെച്ച ശേഷം നമുക്ക് ഇവിടെ നിന്ന് പ്രസാദം കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ വരുന്ന ആരെയും അവർ വെറുങ്കയോടെ വിടുന്നില്ല. അപ്പം നമുക്കിതുപോലൊരു ഇലയിലാണ് ഈ ഒരു പ്രസാദം തന്നത്. അതിൻ്റെ വിശേഷം കൂടെ ഒന്ന് കേൾക്കാവേ. ഇത് തൊണ്ണയില എന്നാണ് ഇതിന് പറയുന്നത്. മധുര, ചെന്നൈയിലൊക്കെയാണ് ഇതുള്ളത്. തേക്കില ചെയ്ത പാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ കളയാം, അല്ലെങ്കിൽ മറ്റേ പേപ്പർ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ കത്തിക്കാനും ഒക്കെ. ഇതിപ്പം ഭൂമിയിൽ എന്ത് ദോഷവും ഇല്ല, അതിന് ഉടനെ തന്നെ അതങ്ങ് ഇടിക്കായിട്ട് പോകും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തൊണ്ണയിലയാണ്. എല്ലാവർക്കും ഓരോ ദിവസം ഓരോ ഡിഷാണ്. അതുപോലെ വെത്തല പാക്കും കൊടുക്കും. അതായത് ഇത് കാണിക്കാം, അതും എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വർഷ കാലയളവിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്ന് വെച്ചിരുന്നാല് ഇത് ഈ വിളക്ക് അത് മണ്ണിൽ ചെയ്ത ടെറാക്കോട്ടിൽ ചെയ്ത് തന്നെയാണ് എല്ലാവർക്കും. അല്ലല്ല, ഇത് ഞാൻ പറഞ്ഞു ചെയ്തത് ഏതാണ്ട് ഒരു 10,500 രൂപയോളം വേണം നമുക്ക്. ഇത് ശരിക്കും ഓരോരുത്തർക്കും ഓരോ ഇതായിരുന്നു. എന്ന് വെച്ചാൽ വീട്ടില് അതായത് ഈ ഏജിലൊക്കെ ഉള്ളവരൊക്കെ ഇത് അതുപോലെ തന്നെ ഇത് നമ്മുടെ വരുന്ന കുട്ടികൾക്കെല്ലാം ഈ ഉണ്ടിയൽ ഇത് എന്ത് പറയാനായിട്ട് കൊടുക്ക എന്ന്, അതും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇവർക്കൊക്കെ സേവിങ്സ് വളരാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇതില് അമ്മയുടെ നിന്നൊക്കെ ഡെയിലി 500 രൂപയൊക്കെ മേടിക്കും. എന്നിട്ട് ബാങ്കിൽ ഇടണം കേട്ടോ. എന്നിട്ട് അവർക്ക് തിരിച്ചല്ല, ബാങ്കിൽ ഇയാളുടെ പേരിലോട്ട് ആക്കണം കേട്ടോ. 3-4 മോഡലേ ഉണ്ട്. അത് ഓരോരുത്തർക്ക് ഇതിങ്ങനെ. ഹാപ്പി നവരാത്രി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഗിഫ്റ്റൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ഗീത ചേച്ചി പെട്ടെന്നാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വീടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷെ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്യുന്ന സമയത്താണ് എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞ് ഇതുപോലെ വേറെയും 2-3 പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഇതുപോലെ സ്റ്റോറീസ് പറയുന്നതും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ വിഗ്രഹങ്ങളുടെയൊക്കെ. അപ്പം ഞാൻ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് ജനറലി എന്താണ് ഈ ചേട്ടന് ഇതിലോട്ട് വരാനുള്ളൊരു പ്രചോദനം എന്താണ്, ഈ പുള്ളീനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞാൻ അതുകൊണ്ട് കൂടുതലും ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ഫാമിലി കേട്ടോ. അമ്മയുണ്ട്, വൈഫ്, അതുപോലെ അനിയൻ്റെ വൈഫ്. ഇവരൊക്കെയാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായത് ഈ ഒരു ഫാമിലിയുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു സക്സസ് എന്ന് പറയുന്നത്. പുള്ളി മുൻകൈ എടുക്കുകയും ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെറും ഒരു ബൊമ്മക്കൊലു മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ഒത്തൊരുമയും അവരുടെ സ്നേഹവും ഒക്കെയാണ് ഈ ഒരു വിഷ്വൽ ട്രീറ്റിൽ നിന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയുടെ 2013-14 നവരാത്രി കൊലുവിൻ്റെ കോൺടെസ്റ്റിലെ വിജയികളായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റും ഞാനിവിടെ കണ്ടായിരുന്നു. അപ്പോൾ അത് 3000 ബൊമ്മകൾ ഉള്ള ടൈമിലായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് 7000 മേളിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും ഇങ്ങനെ വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 10-11 മണിക്ക് ശേഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഇങ്ങനെ വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുവാണ്. ഒരു മടിയില്ലാതെയാണ് ഈ ചേട്ടൻ ഇവർക്കൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം പുള്ളി ഓരോ കാര്യങ്ങളും വീട്ടിൽ വന്നു കയറുമ്പോൾ ഉള്ള വാസ്തു ഗണപതിയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുതൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചേട്ടൻ ഒരു മടിയും കൂടാതെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീട്ടിൽ പോയി ഇതൊക്കെ ഒന്ന് കാണണം. രാത്രി 1 മണി വരെ ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് ശരിക്കും കൗതുകമുള്ളൊരു കാഴ്ചയാണ്. ഇത് കതിരന്നൂർ വീരനാണ്. അത് കതിരന്നൂർ വീരൻ, തൊണ്ടച്ചൻ, മുച്ചിലോട്ട് ഭഗവതി. ഇതാണ് മുത്തപ്പൻ. നായന്മാറുകൾ എന്ന് പറയുന്നത് ഷൈവിസം ജെയിൻസ്. അതില് 64 നായന്മാറുകളും അത് കഴിഞ്ഞ് തൊണ്ടറകൾ, അങ്ങനെ 73 പേരുണ്ട്. അതാണ് വെച്ചിട്ടുള്ളത്. ഇത് ഒരിടത്തും ഇല്ല. പിന്നെ 18 സിദ്ധർകൾ, രാശീസ്, എല്ലാം ഇത് ഗുരുപരമ്പര എന്നുള്ള വെളിയിൽ നമ്മളൊരു. അപ്പം അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന കഥകളൊന്നും ഇവിടെ തീരുന്നില്ല, ഒരുപാടുണ്ട് കേട്ടോ. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഓരോ ബൊമ്മക്കൊലുവിൻ്റെ കഥകൾ കേൾക്കാൻ ഒരുപാടുണ്ടാവും.
മാത്രമല്ല കാഴ്ചക്കാരും തീരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ചേട്ടനെ അധികം ബുദ്ധിമുട്ടിക്കാതെ, കാരണം ഇത്രയും വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു, അതുപോലെ ഇനി വരുന്നവർക്കും പറയണമല്ലോ. അപ്പം അതുകൊണ്ട് അധികം പുള്ളീനെ ഞാൻ പിന്നെ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. പിന്നെ ജനറലായിട്ട് ദേ ഇവിടെയുള്ള ഈ വീഡിയോസൊക്കെ ഇങ്ങനെ പകർത്തുമായിരുന്നു. ഇപ്പോൾ ഒരു ആനയെ വെച്ചിരിക്കുന്നതായാലും ദേവീനെ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാം എന്ത് ഡെഡിക്കേഷനോട് കൂടി എന്നേ തുടങ്ങിയൊരു വർക്കാണെന്ന് ഞാൻ അന്നേരം ആലോചിച്ച് പോയി കേട്ടോ. അപ്പം ഇതിൽ വിഗ്രഹങ്ങൾ മാത്രമെന്ന് പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ടോയ്സ് ആയാലും അതുപോലെ പേപ്പർ കട്ടിങ്സിലുള്ള ടോയ്സ് ആയാലും അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ആ പാഷൻ തന്നെയാണ്. അല്ലാതെ ഒരു മനുഷ്യർക്കും ഇങ്ങനെ ഇരുന്ന ക്ഷമയോടുകൂടി ഇത്രയും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടൊരു വലിയ ഗണപതി തന്നെ കുഞ്ഞു കുഞ്ഞു ഗണപതിനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു കാഴ്ചയൊക്കെ 5-ാം തീയതി വരെയും ഉണ്ട് കേട്ടോ. നമ്മൾ 2-ാം തീയതിയാണ് പൂജ എടുക്കുന്നതെങ്കിലും 5-ാം തീയതി വരെ ഈ വീട്ടിൽ ഈ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരണം. അതുപോലെ തന്നെ ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഗുലുവിന്റെ ടീം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടീം 1, ടീം 2 എന്തൊക്കെയാണെന്നുള്ളത് ജനറൽ ആയിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ശക്തികൃപ വീട്ടിലെ നവരാത്രി ബൊമ്മക്കൊലു വിശേഷങ്ങൾ. അപ്പം ഇത് മുറ്റത്തുള്ള അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ഒരു ചെറിയ പിള്ളേർ ഗണപതി, അതുപോലെ ഒരു ഫിഷ് ടാങ്ക്, പിന്നെ തൊട്ടടുത്തത് ഈശക്കിയമ്മൻ കോവില്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 11:15 കേട്ടോ ഈ കോവിലിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോവിൽ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണ്ടു. അപ്പം എന്തായാലും ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് നിറഞ്ഞായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ചെറിയ ചെറിയ കൊലുവൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ. അപ്പം ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. അപ്പം ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും ഇങ്ങനെ ഒരു ബൊമ്മക്കൊലു ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഈ വർഷം വരാൻ പറ്റാത്തവർ ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.